रायबरेली से आप लड़ेंगे। ये बीजेपी वाला क्वेश्चन है। ये पत्रकार का सवाल। पहले ओपनिंग बॉल बीजेपी क्वेश्चन। वेरी गुड, शाबाश। നമസ്കാരം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു വേള ഉണ്ടായിരുന്ന ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കേൾക്കുന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന വയനാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. അത്തരത്തിൽ രാഹുൽ ഗാന്ധി മറ്റെവിടെയെങ്കിലും ഇത്തവണ മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. കാരണം നേരത്തെ അദ്ദേഹം മത്സരിച്ചിരുന്ന അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഏതാണ്ട് ഒരു ഉത്തരം ആകുകയാണ്. പാർട്ടി പറഞ്ഞാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുമ്പോൾ അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ബി.ജെ.പിയുടെ ചോദ്യമെന്ന പരിഹാസ്യത്തോടെ മറുപടി നൽകുകയായിരുന്നു राहुल गांधी. तो क्या अमेठी या रायबरेली से आप लड़ेंगे? ये बीजेपी वाला क्वेश्चन है। ये पत्रकार का सवाल। पहले ओपनिंग बॉल बीजेपी क्वेश्चन। वेरी गुड, शाबाश। देखिए, अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा। सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला बीजेपी का क्वेश्चन, गुड क्वेश्चन, थैंक यू. ശേഷം പ്രഖ്യാപനം നടത്താനാണ് നീക്കമെന്ന വിവരവും പുറത്തു വരുന്നു. അമേഠിയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് വിജയിക്കുകയോ അല്ലെങ്കിൽ രണ്ടിടത്ത് വിജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം വയനാടിനോട് ടാറ്റ പറയും. വയനാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വയനാടിനെ അദ്ദേഹം കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ കാണുന്നത് സേഫായ ഒരു സ്ഥലം എന്നുള്ളതാണ്. UDF അല്ലെങ്കിൽ വിശിഷ്യ കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള കേരളത്തിലെ ഒരു മണ്ഡലം, അവിടെ സേഫായി തന്നെ രാഹുൽ ഗാന്ധി ഉണ്ടാകും, അദ്ദേഹം തന്നെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഉണ്ട്. പക്ഷേ ഇത്തവണ പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏത് തരത്തിലും അമേഠിയിൽ വിജയിക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് എങ്കിൽ അത്തരത്തിലൊരു വിജയം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും പോകും. കഴിഞ്ഞ തവണത്തെ പോലെ വയനാട്ടിൽ ചക്കയിട്ടപ്പോൾ മുഴൽ ചത്തു എന്ന രീതിയിലേക്ക് കേരളത്തിൽ ഒരു കാരണവശാലും 20 സീറ്റോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ മൃഗീയമായ രീതിയിൽ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് അത്തരത്തിൽ ലഭിക്കില്ല എന്ന തരത്തിലുള്ള സർവേകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ്, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായ രാഹുൽ തരംഗം, പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി വിജയിപ്പിക്കണമെന്ന രീതിയിലേക്ക് വയനാട്ടുകാർ വിജയിപ്പിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി UDF-ന് കൂടുതൽ സീറ്റ് നൽകി. അത് ഇത്തവണ ഉണ്ടാകില്ല എന്ന സർവേകൾ പുറത്തു വരുമ്പോഴാണ് സംഭവങ്ങളൊക്കെല്ലാം നടക്കുന്നത്. എന്തായാലും അമേഠിയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ അവിടെ സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ജയിച്ച് പോന്നിരുന്ന മണ്ഡലത്തിൽ 2019 സ്മൃതി ഇറാനിയുടെ വരവോടെയാണ് ജനം കോൺഗ്രസിനെ പുറന്തള്ളിയത്. എന്നാൽ അന്ന് രണ്ടിടങ്ങളിൽ മത്സരിച്ച രാഹുൽ വയനാട്ടിൽ നിന്ന് ലോക്സഭയിൽ അങ്ങനെ എത്തുകയായിരുന്നു. അവിടെ പരാജയപ്പെട്ടതിനെ തുടർന്ന് എന്തായാലും ഇത്തവണ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ അമേഠിയിലും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി അറിയേണ്ടതുണ്ട് ചിലത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ആ വരവ് കോൺഗ്രസ് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു ചാവേർ സ്ഥാനാർത്ഥിയാണ് സ്മൃതി എന്ന രീതിയിൽ BJP-യിലെ ഒരു വിഭാഗം നേതാക്കൾ പോലും അങ്ങനെ കരുതിയിരുന്നു. 2014 4,86,051 വോട്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നേടിയത്. സ്മൃതി ഇറാനിക്ക് ലഭിച്ചത് 30,748 വോട്ട്. ഭൂരിപക്ഷം 1 ലക്ഷമായി കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അപകടം മണക്കേണ്ടതായിരുന്നു. എന്നാൽ രാജ്യത്തെ പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അലസത സ്മൃതിയുടെ വരവ് കാര്യമായി എടുത്തില്ല. കോൺഗ്രസ് കോട്ടയാണെന്ന് പറയുമ്പോഴും സ്മൃതിക്ക് മുൻപ് ഒരു തവണ BJP അമേഠിയിൽ വിജയിച്ചിട്ടുമുണ്ട്. 1998 അമേഠി BJP-ക്കൊപ്പം നിന്നിട്ടുണ്ട്. BJP-യുടെ സഞ്ജയ് സിംഗ് അന്ന് കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയെ 23,270 വോട്ടിന് പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് BJP-ക്ക് ചവിട്ടി നിന്ന മണ്ണ് നഷ്ടമാവുകയായിരുന്നു. 1999 കന്നി-അംഗത്തിനിറങ്ങിയ സോണിയാഗാന്ധി സഞ്ജയ് സിംഗിനെ വീഴ്ത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2004-ലും 2009-ലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട BJP 2014 മോദി തരംഗത്തിൽ തിരിച്ചുവരവ് നടത്തി. തന്റെ ആദ്യ തിരഞ്ഞെടുപ്പായ 2004 രാഹുൽ ഗാന്ധി നേടിയത്
3,90,179 വോട്ടാണ്. അതായത് 66.18% വോട്ട്. രണ്ടാം സ്ഥാനത്തെത്തിയത് BSP 99,326 വോട്ട് നേടി. മൂന്നാം സ്ഥാനത്തായിരുന്ന BJPക്ക് ലഭിച്ചത് വെറും 55,438 വോട്ട്. BJPക്ക് വെറും 9.40% വോട്ടാണ് ലഭിച്ചത്. 3 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ 2009 അമേഠിയിൽ നിന്ന് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ BSP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 93,997 വോട്ട്. BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 37,570 വോട്ട്. 2009 71% വോട്ട് നേടിയ രാഹുലിന് 2014 കിട്ടിയ വോട്ട് വിഹിതം 46.71%. 25% കുറവ്. 2004 9%, 2009 5% മാത്രം വോട്ട് നേടിയ BJP 2014 34.38% വോട്ട് നേടി. 28% വർധനവ്. അമേഠി മണ്ഡലം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി ആലോചിക്കുന്ന സമയത്താണ് കേരളത്തിലെ നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി എത്തുന്നത്. മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച രാഹുൽ അമേഠിക്കൊപ്പം വയനാട്ടിലും മത്സരിച്ചു. ഇത് ആയുധമാക്കിയ സ്മൃതിയും BJPയും വൻ പ്രചരണം അഴിച്ചുവിട്ടു. തന്നെ ഭയന്നാണ് രാഹുൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി പാടി നടന്നു. വയനാട്ടിലെ പ്രകടനങ്ങളിൽ മുസ്ലിം ലീഗ് പതാകകൾ പാകിസ്ഥാൻ പതാകയാണെന്ന് പ്രചാരണം നടത്തി. സുരക്ഷിത മണ്ഡലം തേടി ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്, പ്രത്യേകിച്ച് BJPയുടെ കണ്ണിലെ കരടായ കേരളത്തിലേക്ക് വന്നത് അമേഠിയിൽ രാഹുലിന് തിരിച്ചടിയായി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രചരണവും സ്മൃതിക്ക് കൂട്ടിനുണ്ടായിരുന്നു. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 4,68,514 വോട്ട് നേടി സ്മൃതി ഇറാനി വിജയിച്ചു. 49.71% വോട്ട് സ്മൃതിക്ക് ലഭിച്ചു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 4,13,394 വോട്ടും ലഭിച്ചതാകട്ടെ 43.84% വോട്ട് വിഹിതം. രാഹുൽ അമേഠിയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം അറിയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഖിലേഷ് യാദവിനൊപ്പം ഇന്ന് ഗാസിയാബാദിൽ നടത്തിയ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്ന സൂചനകൾ നൽകുന്നത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആവേശം പകരുന്നതാണ്. പക്ഷേ ഈ മൗനം രാഹുൽ ഗാന്ധി വെടിയുമ്പോൾ തന്നെ അവിടെ വിജയിക്കുകയാണെങ്കിൽ, അമേഠിയിൽ വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് വിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ വയനാടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വിശ്വസിച്ച് വോട്ട് നൽകുന്നതിൽ എന്താണ് അർത്ഥമെന്ന ചോദ്യം ഇതോടകം തന്നെ CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും ഉയർത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സഖ്യകക്ഷിയാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ CPIM-ഉം കോൺഗ്രസും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും ചില മര്യാദകൾ പാലിക്കേണ്ടതുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താത്തത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ മറ്റോ അത് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലോ മറ്റോ അത് പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധമുള്ള ആളുകൾ പറയുന്നതും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന് AICCക്ക് ഒരു തീരുമാനമുണ്ട്. അതൊരു വികാരമായി തന്നെ ഉത്തർപ്രദേശ് PCC അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയൊരു ഏറ്റുമുട്ടൽ രീതിയിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് പോവുകയാണെങ്കിൽ, അവിടെ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചുവരവ് എന്ന രീതിയിലേക്ക്, ആ നായകസ്ഥാനം വീണ്ടും തിരിച്ചു കിട്ടാൻ പോകുന്ന രീതിയിലേക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണോ വയനാട്ടിൽ ഇപ്പോൾ തന്നെ ലീഗിന്റെ കൊടിക്ക് വിലക്കുള്ളത്. ലീഗിന്റെ കൊടികൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എവിടെയും കാണുന്നില്ല. പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മണ്ഡലമായ അല്ലെങ്കിൽ കോട്ടക്കൊത്തളം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയടക്കം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം, അവിടെ മലപ്പുറം ജില്ലയിൽ പോലും PK ബഷീറിന്റെയൊക്കെ മണ്ഡലത്തിലെ പരിപാടികൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അവിടെ പോലും ഇത്തരത്തിൽ ഒരു നിയന്ത്രണം, മുസ്ലിം ലീഗിന്റെ പതാക അവിടെ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആലപ്പുഴയിലടക്കം ലീഗിന്റെ കൊടിക്ക് വിലക്ക്, KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്ന ആലപ്പുഴയിലും അത്തരത്തിലുള്ള വിലക്കുകളൊക്കെ നൽകിക്കൊണ്ട് കഴിഞ്ഞ തവണ അമേഠിയിൽ നടന്ന ആ രീതിയിലേക്ക്, ആ പ്രചരണങ്ങളിലേക്ക് പോകാതിരുന്നു. അമേഠിയിൽ നിന്നും വിജയിച്ചുകൊണ്ട് വയനാടിനോട് ടാറ്റ ഗുഡ് ബൈ എന്ന് പറയാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ, അമേഠിയിലെ സസ്പെൻസ് കോൺഗ്രസ് പൊളിക്കുമ്പോൾ ഇവിടെ വയനാട്ടിൽ ഇനി എന്തായിരിക്കും അവസ്ഥ?
അഥവാ വയനാട്ടിൽ നിന്നും അദ്ദേഹം പോവുകയാണെങ്കിൽ ആരായിരിക്കും വീണ്ടും ഇവിടെ മത്സരിക്കുക? അങ്ങനെയെങ്കിൽ എന്തിന് വോട്ട് നൽകണം രാഹുൽ ഗാന്ധിക്ക് എന്ന പ്രചരണം ഇടതുപക്ഷം നടത്തുമ്പോൾ ജനം തീരുമാനിക്കും അത് ആർക്ക് നൽകണമെന്ന്. അതിന് അധിക നാൾ ഇനിയും കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.